Hello everyone, welcome back to Asylum Learning. It's me Jamshad മക്കളെ. And in wonder and amazement I sing. ഇതൊരു കിടിലൻ പോയമാണ്. ഈ കവിതയിൽ നിന്ന് ഈ വരുന്ന ഓണം എക്സാം, ആക്ച്വലി നാളെ നിങ്ങൾക്കുള്ള ഓണം എക്സാമിന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. യെസ്, നമ്മുടെ കവിതയിലേക്ക് അടുക്കാണ്. ആ ഒരു പോം കംപ്ലീറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ല. ഇങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് പാർട്ട് തന്നിട്ട് നാളെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് ഫോം, ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ. ഇങ്ങനെ ഒരു കവിതയുടെ നമ്മളെ ഈ പഠിച്ച കവിതയാണ്. ഈ ഒരു പോത്തിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻസ് തന്നിട്ട് കംപ്ലീറ്റ് ഇല്ല, ഈ ഒരു കുറച്ച് വരികൾ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഇതൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പഠിക്കണം, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം, സെറ്റ് ആക്കാം. നോക്കാം ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കാം. ദി സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. ആകാശം മുഴുവൻ എന്താണ്? സൺ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളാണ്, അതുപോലെ തന്നെ സൂര്യനാണ്. ദി യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഈ ഒരു യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ ധാരാളം ജീവനങ്ങളുണ്ട്. among all these I have found a place. ഇത്രയും ജീവനുള്ള ഇത്രയും പ്രപഞ്ചത്തിൽ എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പേസ് എവിടെയുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആ ഒരു അത്ഭുതത്തിൽ ഞാൻ എന്താക്കുന്നുണ്ട്? പാട്ട് പാടുന്നുണ്ട്. ആൻഡ് ദ വേൾഡ് ഈസ് വൈഡ്. ഈ ലോകം ഇങ്ങനെ ഉലയുന്നുണ്ട്. ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. നമ്മുടെ അനന്തമായി കിടക്കുന്ന ഈ ഒരു കടലുണ്ടല്ലോ, കടലിന്റെ ആ ഒരു ടൈഡ്, അതായത് അതിന്റെ തിരമാലകൾക്കുള്ള ആ ഒരു സാധനം കൊണ്ട് ലോകത്തിൽ എന്താക്കുന്നുണ്ട്? ഉലച്ചിൽ സംഭവിക്കുന്നുണ്ട്. റൈസിംഗ് ആൻഡ് ഫോളിംഗ്. അല്ലെ, കടലിങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യും. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റക്ക് ഇൻ മൈ ബ്ലഡ്. എന്റെ ബ്ലഡിൽ അതിന്റെ ഒരു പിടി, അതിന്റെ ഒരു വലി എന്താക്കുന്നുണ്ട്? ആ ഒരു തിരമാലയുടെ ആ ഒരു ഇളക്കം പോലെ എന്റെ ബ്ലഡിലും ഒരു ഇളക്കമുണ്ട് എന്നാണ് പറയുന്നത്. റേസിംഗ് ത്രൂ മൈ വീൻസ്. എന്റെ ആ ഒരു ഞരമ്പുകളിലൂടെ എന്താക്കുന്നുണ്ട്? ആ ബ്ലഡ് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ലൈക്ക് ടൈഡ് പോലെ, അതായത് തിരമാലകൾ ഒഴുകുന്നത് പോലെ എന്റെ ശരീരത്തിലും ബ്ലഡ് ഒഴുകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഭൂമിയായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു വരികൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആ ഒരു അത്ഭുതത്തിൽ ഞാൻ ഈ ഒരു പാട്ട് പാടുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി പ്രകൃതിയെ പറ്റിയിട്ട് അത്രയും അടിപൊളിയായിട്ട് പറയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. പക്ഷെ ഇത് നമ്മുടെ എക്സാമിന് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ കണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കൈ ഫുൾ ഓഫ്? ആകാശത്തിൽ ഫുൾ എന്താണെന്നാ പറഞ്ഞുള്ളത്? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ദ സ്കൈ ഈസ്, നമ്മൾ ജസ്റ്റ് എന്താക്കാം, ഓരോന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ആൻസർ പറയാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്. ഈസി. സൺ ആൻഡ് സ്റ്റാർസ്. ആകാശത്തിൽ ഫുൾ എന്താണ്? സണ്ണും അതുപോലെ തന്നെ സ്റ്റാർസുമാണ് ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. സെറ്റ് ആണ്, പവർ ആണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, നോക്കിക്കോ. വാട്ട് ഹാസ് ദ സ്പീക്കർ ഫൗണ്ട് എമംഗ് ദ സൺ, സ്റ്റാർസ് ആൻഡ് ലൈഫ് ഇൻ ദി യൂണിവേഴ്സ്? ഈ ഒരു യൂണിവേഴ്സിന്റെ ഇടയിൽ സൺ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർസ് ഉണ്ട്, അതുപോലെ ലൈഫ് ഉണ്ട്. അതിലെ നമ്മുടെ പോയറ്റ് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ്. നമുക്ക് ജസ്റ്റ് കവിത വായിക്കുന്ന സമയം നമുക്ക് മനസ്സിലാകും. യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ് എമംഗ് ഓൾ ദീസ്. ഇതിന്റെ ഒക്കെ ഇടയിൽ ഐ ഹാവ് ഫൗണ്ട് എന്താണ് കണ്ടെത്തിയത്? എ പ്ലേസ്. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. അദ്ദേഹം എന്ത് കണ്ടെത്തിയടാ? ഒരു സ്ഥലം കണ്ടെത്തി. ദി സ്പീക്കർ ഹാസ് ഫൗണ്ട് എ പ്ലേസ്. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. ആ ഒരു പ്ലേസ് കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നോക്കൂ. ഹൗ ഡസ് ദി സ്പീക്കർ ഫീൽ ആഫ്റ്റർ ഫൈൻഡിങ് എ പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ്? ഈ ഒരു യൂണിവേഴ്സിൽ ആ ഒരു പ്ലേസ് കണ്ടെത്തിയതിനു ശേഷം, ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടംപോലെ ജീവനുണ്ട്, അതിൽ ആ ഒരു സ്ഥലം കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്താണ് ഫീലിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചിലപ്പം നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കും. അത് നിങ്ങൾക്ക് കിട്ടണം, പവർ ആക്കണം. ഓക്കെ. ആൻഡ് ഇൻ വണ്ടർ, അങ്ങനെ കിട്ടിയ സമയത്ത് അദ്ദേഹം ചെയ്തെന്താണ്? നെക്സ്റ്റ് ലൈൻ, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആ ഒരു അത്ഭുതത്തിൽ ഞാൻ എന്താക്കാണ്? ഞാൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? യെസ്, നമ്മുടെ റെഫ്രെയിൻ ആയിട്ടുള്ള ഇടക്കിടക്ക് അതിന്റെ ഓരോ സ്റ്റാൻസിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയി വരുന്ന ആ ഒരു ലൈൻ തന്നെയാണ് ഇതിന്റെ ആൻസർ. ദ സ്പീക്കർ ഫീൽസ് വണ്ടർ ആൻഡ് അമേസ്മെന്റ് ആൻഡ് സിംഗ്സ്. ഓക്കെ, അദ്ദേഹം ആ ഒരു അത്ഭുതത്തില് അദ്ദേഹം അങ്ങനെ പാട്ട് പാടുകയാണ്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് സ്വേസ് ദ വേൾഡ് ഇൻ ദ പോം? ഈ കവിതയില് എന്താണ് ലോകത്ത് ഇങ്ങനെ സ്വേസ് ആടിക്കൊണ്ടിരിക്കുന്നത്? ലോകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത് നമ്മുടെ ബ്ലഡ് ആയിട്ട് കണക്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? യെസ്, ഇവിടെ പറയുന്നുണ്ട്. ദ വേൾഡ് ഈസ് സ്വേയ്ഡ് ബൈ ദ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. Eternities rushing tide. That's a right answer. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. The world is swayed by eternities rushing tide. ഈ ഒരു എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈഡ് കാരണമാണ് ലോകം എന്തായിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സ്വേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്തേ. വാട്ട് ഡസ് ദ സ്പീക്കർ ഫീൽ ഇൻ their ബ്ലഡ്? അപ്പോ നമ്മുടെ സ്പീക്കർക്ക് അവരുടെ ബ്ലഡിൽ എന്തോ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈ ഒരു വരികളിൽ അതിന്റെ ആൻസർ ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഈ വരികളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. സോ അത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരാൻ ഓണം എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ആക്ച്വലി നാളെ എഴുതാനുള്ള. അപ്പോ ആ ഒരു
ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. മാത്രമല്ല നിങ്ങൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നു വരുത്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മളൊരു മെഗാ മാരത്തോൺ വെക്കുന്നുണ്ട്. സോ മിസ് ചെയ്യരുത്. ഈ മാരത്തോണിലേക്ക് എല്ലാവരും വരിക, മറ്റു ഫ്രണ്ട്സിലേക്ക് കൊണ്ടുവരിക. അതിന്റെ എക്സാക്ട് ആൻസർ നിങ്ങൾ എന്തൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ മാരത്തോണിൽ ഈ ഒരു കവിത കംപ്ലീറ്റ് നമ്മൾ പറയുന്നതാണ്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഐ തിങ്ക് 6ഓളം ചാപ്റ്റേഴ്സ് ഈ പ്രാവശ്യത്തെ പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടി ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക തന്നെ ചെയ്യും. സോ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ അത് ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മൾ അടിപൊളിയായിട്ട് ഇതുപോലെ ധാരാളം വീഡിയോസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടാ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.